അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ പിശാച് അഥവാ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ കയറി എന്നുള്ളതാണ്. പലപ്പോഴും പൈശാചിക ശക്തമായ ബോധ്യമുള്ള ഇളക്ക കേസുകളിൽ പല സ്ഥലങ്ങളിലും ചികിത്സകരുടെ അടുത്ത്, പ്രത്യേകിച്ച് ദർഗകളിലൊക്കെ പൊടി പാറ്റുന്ന കേസുകളുണ്ട്. അത്തരം കേസുകളിൽ അവരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾക്ക്, അതായത് നമ്മുടെ ശരീരത്തിനെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയും പൂർണ്ണമായും മറ്റൊരു ബാധയായി മാറുക, അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഒരാൾ ശരീരത്തിൽ ഇത്ര കാലം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും അറിയില്ല എപ്പോൾ വന്നു എന്നുള്ളത്. അപ്പോൾ ഏത് സമയത്താണ്, എങ്ങനെയാണ് ഒരു നെഗറ്റീവ് എനർജി, ഒരു പിശാച് ഒരാളുടെ ശരീരത്തിൽ വരുന്നത് എന്ന് അവനക്ക് സ്വയം അറിയാനുള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ്. അത്രയും ദുർബലനാണ് മനുഷ്യന്. ലോകഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാചിന് സഞ്ചാരമുണ്ട്. അതായത് അതിന് കയറി ഇറങ്ങി പോകാനുള്ള അത്രയേ ഉള്ളൂ നമ്മളെ കഥ, മനുഷ്യൻ്റെ കഥ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഒരു പിശാച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം പിശാച് കയറുകയാണെങ്കിൽ ഒരിക്കലും ഒരാൾക്കും മനസ്സിലാവില്ല അത് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ പ്രത്യേക മാറ്റങ്ങളോ ഭാവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിശാച് ശരീരത്തിൽ കയറി വർഷങ്ങൾ കഴിഞ്ഞ ശേഷമായിരിക്കും രോഗങ്ങളായിട്ട്, മാനസിക പ്രശ്നങ്ങളായിട്ട്, സാമ്പത്തിക തടസ്സങ്ങളായിട്ട്, കുടുംബ തടസ്സങ്ങളായിട്ട്, അതുപോലെ തന്നെ ജോലി തടസ്സങ്ങളായിട്ട് ഒക്കെ നമുക്ക് അനുഭവപ്പെടുക. പിന്നീടായിരിക്കും ഇതിൻ്റെ മൂർദ്ധഭാവത്തിലേക്ക് മാറുക. അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു പിശാച് അത്ഭുതപ്പെട്ടു പോകും, നമ്മളിപ്പോൾ ഉണ്ടായിരുന്നോ, ഇത്രയും കാലം ഉണ്ടായിട്ട് പോലും നമുക്ക് എന്തേ അറിയാതെ പോയത്. അറിയാനുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ആത്മീയമായ പാതയിലൂടെ സഞ്ചരിച്ചാൽ, എന്നാൽ പിശാച് ഉള്ള കേസുകളിൽ, ദുഷ്ടശക്തി നെഗറ്റീവ് എനർജി ഉള്ള കേസുകളിൽ നന്നായി ജീവിക്കാൻ, ആത്മീയമായിട്ട് ഉയർച്ച പ്രാപിക്കാൻ ഇത് സമ്മതിക്കണമെന്നില്ല. ആത്മീയമായിട്ടുള്ള ഉയർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ പിശാചിന് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അവൻ്റെ രക്തത്തിൽ നിൽക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ചിന്തയില്ലാത്ത സമയം മോശപ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അത് പൈശാചിക പ്രേരണയാണ് പുറമേ നിന്നുള്ള. ഇനി ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് പിശാച് വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത പ്രവർത്തനങ്ങളുമായിട്ട് പോകും. അത് മാത്രമല്ല, ഒരു മനുഷ്യനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ദൗത്യം. അപ്പം അതുകൊണ്ട് തന്നെ ഉത്തരം ഒന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ വിഷയം, ഒരാൾ ശരീരത്തിലേക്ക് പിശാച് പ്രവേശിക്കുമ്പോൾ അറിയണമെന്നില്ല. അറിയണമെന്നുണ്ടെങ്കിൽ അത്രയും ആത്മീയമായിട്ടുള്ള ഉയർച്ചയിലായിരിക്കണം. അങ്ങനെ ഉയർച്ചയുള്ളവരിലേക്ക് ശൈത്താൻ പ്രവേശിക്കുകയുമില്ല. അപ്പോൾ അതിന് പഴക്കങ്ങളുണ്ടാവും. പിശാച് ശരീരത്തിൽ പ്രവേശിക്കുന്ന ചിലപ്പോൾ ഗർഭാവസ്ഥയിലായിരിക്കും ആ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവുക. അതല്ലെങ്കിൽ ചെറിയ കുട്ടിക്കാലത്ത് കയറും, വളർച്ചയിൽ സംഭവിക്കും. വീട്ടുകാർക്ക് ഉപ്പയ്ക്ക് വന്ന സിഹിർ അല്ലെങ്കിൽ ഉപ്പയ്ക്ക് വന്ന സിഹിറുകൾ ഒക്കെ, അതിലുള്ള പിശാചുകളൊക്കെ പിന്നീട് ഏതെങ്കിലും കുട്ടിയുടെ ശരീരത്തിൽ അവരെ കാലഘട്ടത്തിന് ശേഷം പ്രവേശിക്കും. ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ടുള്ള വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.